അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ പല സമയങ്ങളിലായി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകുന്ന ചില സമയങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകുമെന്ന്, നമ്മളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന്, പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് എണീറ്റ് പോകാതെ നിങ്ങളെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുക. അള്ളാഹു ഉത്തരം നൽകും, അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം എല്ലാവർക്കും പൊതുവായി, അറബി അറിയുന്നവർക്കും അറിയാത്തവർക്കും വളരെ ലളിതമായ രൂപത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ചില പ്രാർത്ഥനകൾ ഞാൻ പഠിപ്പിച്ചു തരാം. ഇത് നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാം ചെയ്യേണ്ടത്, ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്റുകളും തസ്ബീഹുകളും ചൊല്ലിയതിനു ശേഷം അള്ളാഹുവിനെ സ്തുതിക്കുക. എങ്ങനെയാണ് അറബിയിൽ സ്തുതിക്കുക? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക, അതല്ലെങ്കിൽ എഴുതിയെടുക്കുക, അതല്ലെങ്കിൽ വീണ്ടും നമ്മളെ ക്ലാസ് കേൾക്കുക. അപ്പൊ പ്രാർത്ഥനയുടെ മര്യാദകളിൽ പെട്ടതാണ് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ സ്തുതിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മഹത്വമുള്ള ഒരു സ്തുതിയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ എന്ന് പറയുക. അതിനുശേഷം പ്രാർത്ഥനയുടെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലുക. എങ്ങനെ സ്വലാത്തു ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഈ സ്വലാത്തു തന്നെ ചൊല്ലണമെന്നില്ല, നിങ്ങൾക്കറിയുന്ന ഏത് സ്വലാത്ത് വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. സ്വലാത്തു ചൊല്ലൽ പ്രാർത്ഥനയുടെ മര്യാദകളിൽ പെട്ടതാണ്. അതിനുശേഷം പൊതുവായ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ വഖത്വായാനാ കുല്ലഹാ അല്ലാഹുമ്മ അൻഇശ്നാ വജ്ബുർനാ വഹ്ദിനാ ലിസ്വാലിഹിൽ അഅമാലി വൽ അഖ്ലാഖ് ഫഇന്നഹു ലാ യഹ്ദി ലിസ്വാലിഹിഹാ വലാ യസ്രിഫു സയ്യിഅഹാ ഇല്ലാ അൻത തവഫനാ മുസ്ലിമീന വ അൽഹിഖ്നാ ബിസ്വാലിഹീൻ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇഗ്ഫിർ ലനാ ദുനൂബനാ വ ഖത്വായാനാ കുല്ലഹാ, ഞങ്ങളുടെ സർവ്വ പാപങ്ങളും തെറ്റുകളും നീ പുറത്തു തരണേ അല്ലാ. അല്ലാഹുമ്മ അൻഇശ്നാ വജ്ബുർനാ, അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല ഉന്മേഷം നൽകണേ, ഞങ്ങളെ പോരായ്മകൾ നീ പരിഹരിക്കണേ അല്ലാ. വഹ്ദിനാ ലിസ്വാലിഹിൽ അഅമാലി വൽ അഖ്ലാഖ്, നല്ല സൽക്കർമ്മങ്ങളിലേക്കും നല്ല സ്വഭാവത്തിലേക്കും ഞങ്ങളെ നയിക്കണേ അല്ലാ. ഫഇന്നഹു ലാ യഹ്ദി ലിസ്വാലിഹിഹാ വലാ യസ്രിഫു സയ്യിഅഹാ ഇല്ലാ അൻത, തിന്മയിൽ നിന്ന് ഞങ്ങളെ തടയുന്ന, അതുപോലെ തന്നെ മോശമായ സ്വഭാവത്തിൽ നിന്ന് ഞങ്ങളെ തടയുന്ന നീയല്ലാതെ മറ്റാരും ഇല്ല. തവഫനാ മുസ്ലിമീന വ അൽഹിഖ്നാ ബിസ്വാലിഹീൻ, അല്ലാഹുവേ, ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കണേ, ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. അതിനുശേഷം എല്ലാ മുഅ്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. അതെങ്ങനെ പ്രാർത്ഥിക്കുക? റബ്ബന ഗ്ഫിർ ലനാ വലിവാലിദീന വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുവേ, ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ, ഞങ്ങളെ മാതാപിതാക്കളെ പാപങ്ങൾ പൊറുക്കണേ. വലി ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എല്ലാ മുഅ്മിനത്തും മുഅ്മിനാത്തുകളുമായ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും പാപങ്ങൾ പൊറുക്കണേ അല്ലാ. വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുസ്ലിമീങ്ങളായ സ്ത്രീ പുരുഷന്മാർ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അതിനുശേഷം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കുക? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സഗീറാ, അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ കരുണ ചെയ്തതുപോലെ, ഞങ്ങളെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മളുടെ എല്ലാ ആവശ്യത്തിന് വേണ്ടിയുമുള്ള ഒരു പ്രാർത്ഥന ഖുർആനിലുണ്ട്.
അതേതാ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ഇതിന്റെ അർത്ഥം എന്താ? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, അല്ലാഹുവേ ഞങ്ങൾക്ക് ദുനിയാവിലെ ഹസനത്ത് കൊണ്ടാ ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ അകറ്റി നല്ല വീട്, നല്ല ജോലി, നല്ല മക്കള്, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല സമ്പത്ത് കൊണ്ട് അല്ലാ. ഇതാണ് അതിന്റെ അർത്ഥം. വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ, ആഖിറത്തിൽ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ, നരകത്തിനെ തൊട്ട് ഖബർ ശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഇതാണ് ഇതിന്റെ അർത്ഥം. ഈ പ്രാർത്ഥന കൂടെ അതിൽ ആഡ് ചെയ്തു കൊടുക്കുക. ഈ പ്രാർത്ഥനയിൽ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് കാണാതെ പഠിക്കുക. അതിനുശേഷം നമ്മളെ ആഗ്രഹങ്ങൾ നിറവേറാൻ അള്ളാഹിനോട് ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഹസ്സിൽ മുറാദന വ മുറാദ മൻ ഔസാനാ. നമ്മളെ ആഗ്രഹങ്ങളും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആഗ്രഹങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അതിനുശേഷം അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാലിയൽ ഹാജാത്ത് എന്നുകൂടെ ദുആ ചെയ്യുക. അല്ലാഹുവേ ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ എന്നാണ് അതിന്റെ അർത്ഥം. അതിനുശേഷം ഇതൊക്കെ എല്ലാവർക്കും അറിയാലോ, മറന്നു പോകരുത്. അല്ലാഹുമ്മ ദുഫഉ ബലിയാതിനാ യാ ദാഫിയൽ ബലിയാത്ത്. അല്ലാഹുവേ ആഫത്ത്, മുസീബത്ത്, ഇടങ്ങേറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത്ര മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഇത് എല്ലാവർക്കും വളരെ ലളിതമായ രൂപത്തിൽ, സിമ്പിളായ രൂപത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ്. കൂടുതൽ അറബി അറിയേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് ഈ പ്രാർത്ഥനകൾ ഒരുമിച്ച് കൊണ്ട് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും എഴുതിയെടുക്കുകയോ അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ വീണ്ടും നമ്മളെ ക്ലാസ് കേൾക്കുകയും ചെയ്യുക. പ്രാർത്ഥന എല്ലാം അവസാനിച്ചതിന് ശേഷം 3 സ്വലാത്ത് ചൊല്ലണം. ഏത് സ്വലാത്തും ചൊല്ലാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ 3 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന് 3 പ്രാവശ്യം പറഞ്ഞാൽ നമ്മളെ പ്രാർത്ഥനക്ക് അല്ലാഹു ഇജാബത്ത് നൽകുകയാണ്. ഇത്ര മാത്രം ദുആ ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇനി ഒരു ദുആയും അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുക. അതിനുശേഷം അറിയുന്ന ഒരു സ്വലാത്ത് ചൊല്ലുക. അതിനുശേഷം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് മലയാളത്തിൽ നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാ മുഅ്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുക, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. എന്നാൽ നമ്മളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അറബി അറിയാത്തവർ മലയാളത്തിൽ ദുആ ചെയ്താൽ മതി. ഏതായാലും നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥന ഒഴിവാക്കരുത്. നമ്മളെ പ്രാർത്ഥനക്ക് അള്ളാഹു പ്രത്യേകം ഇജാബത്ത് നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ ക്ലാസ് കേൾക്കുന്നവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ മാതാപിതാക്കൾ, കുടുംബക്കാർക്കൊക്കെ വേണ്ടി, ഭാര്യ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റിൽ രേഖപ്പെടുത്തണം. നമ്മളെ ക്ലാസിന്റെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ ക്ലാസ് എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.